നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗത്തിലേക്കാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും കടക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പരമാവധി വാക്സിൻ ലഭ്യത വർദ്ധിപ്പിച്ച് വ്യാപനം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോഴാ ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആശങ്കയിലായിരിക്കുകയാണ് പ്രവാസികൾ. സൗദി, കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര യാത്രയ്ക്ക് വിലക്ക് നീക്കാത്ത പക്ഷം മാസങ്ങളോളം കുടുങ്ങിക്കിടക്കുകയാണ് പ്രവാസികൾ. അത്യാവശ്യമില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോകരുതെന്ന് ഇപ്പോൾ ഒമാൻ വ്യക്തമാക്കുകയുണ്ടായി. ന്യൂഡൽഹിയിലെ ഒമാൻ എംബസിയാണ് പുതിയ നിർദ്ദേശം പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ക്രമാതീതമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനാലാണ് പുതിയ നിർദ്ദേശമെന്ന് ഒമാൻ വാർത്താ ഏജൻസി അറിയിക്കുകയുണ്ടായി. തികച്ചും ആവശ്യമില്ലെങ്കിൽ ഒമാൻ പൗരന്മാർ ഇന്ത്യയിലേക്ക് പോകരുത്. രാജ്യത്ത് പ്രതിദിനം 2 ലക്ഷത്തിലധികം കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തു വരുന്നത്. യാത്രാ നിരോധനവും നിയന്ത്രണവും ഉൾപ്പെടെ വിവിധ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളാൻ പ്രാദേശിക അധികൃതരെ പ്രേരിപ്പിക്കുന്നു. ന്യൂഡൽഹിയിലെ ഒമാൻ എംബസി അറിയിച്ചതായി ഒമാൻ വാർത്താ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു. കഴിഞ്ഞ ദിവസം രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള വിലക്ക് ഒമാൻ നീക്കുകയായിരുന്നു. ഇനി വിദേശികളും സ്വദേശികളും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒമാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. താമസക്കാരോ പൗരന്മാരോ അല്ലാത്തവർക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനം ഒമാൻ സുൽത്താനേറ്റ് വിലക്കിയിരുന്നു. ഏപ്രിൽ 7-ന് നിലവിൽ വന്ന പ്രവേശന വിലക്ക് നീക്കുകയാണെന്ന് ഒമാനി അധികൃതർ വെള്ളിയാഴ്ച അറിയിക്കുകയും ചെയ്തു. ടൈംസ് ഓഫ് ഒമാൻ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ വിസ ഉടമകൾക്കും ഇപ്പോൾ രാജ്യത്തെ പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2,61,500 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തുടർച്ചയായി 4-ാം ദിവസമാണ് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 2 ലക്ഷം പിന്നിടുന്നത്. 1,501 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,77,150 ഉയർന്നു. 18,01,316 സജീവ കേസുകളാണ് രാജ്യത്തുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,38,423 പേർ കോവിഡ് മുക്തരായി. ഇതോടെ കോവിഡ് മുക്തരായവരുടെ എണ്ണം 1,28,963 ആയി. 18,01,316 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.